മറ്റൊരു കാളമുഖം. സിംഹമുഖം വിശ്വാസത്തിന്റെ ധൈര്യത്തെ കാണിക്കുക. സിംഹമുഖം വിശ്വാസത്തിന്റെ ധൈര്യത്തെ കാണിക്കുകയാവും. കഴുകുമുഖം വിശുദ്ധിയുടെ പൂർണ്ണതയെ കാണിക്കുക. കഴുകുമുഖം വിശുദ്ധിയുടെ പൂർണ്ണതയെ കാണിക്കുന്നു. മനുഷ്യമുഖം ദൈവസ്നേഹത്തെ കാണിക്കുക. മനുഷ്യമുഖം ദൈവസ്നേഹത്തെ കാണിക്കുന്നു. മറ്റ് നാലാമത്തെ മുഖമാണ് കാളമുഖം. നാലാമത്തെ മുഖമാവുന്നു കാളമുഖം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ 4 മുഖവും ഒരു ദൈവപൈതന് ഈ 4 മുഖങ്ങളും ഉണ്ട്. സിംഹമുഖമുണ്ട്, സിംഹമുഖമുണ്ട്, മനുഷ്യമുഖമുണ്ട്, മനുഷ്യമുഖമുണ്ട്, കഴുകുമുഖമുണ്ട്, കഴുകുമുഖമുണ്ട്. 4ാമത്തെ മുഖമാണ് കാളമുഖം. 4ാമത്തെ മുഖമാവുന്നു കാളമുഖം. കാളയുടെ മുഖമൊന്ന് ചിന്തിച്ചു നോക്കുക. കാളയുടെ മുഖം ചിന്തിച്ചു നോക്കുക. അതിന്റെ കണ്ണിന്റെ തടവൊന്ന് നോക്കുക. അതിന്റെ കണ്ണിന്റെ തടവൊന്ന് നോക്കുക. മുഴുവൻ കാലത്തെ കണ്ണിനെ ഒഴുകി 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 മുഴുവൻ കാലത്തെ കണ്ണിനെ ഒഴുകി ഒഴുകിയിരിക്കും. ആ ഒഴുകിയെ ചാടി കാണുവാനായിട്ട് കണ്ണിൽ ചാടുന്ന ഹനുമാൻ കഴിയും. അടിയേറ്റ് ചുവട് ചുമന്നും തോത്രം കഷ്ടപ്പെടുന്ന വേദന ചുമക്കാൻ മാത്രം വിധിക്കപ്പെട്ട ഒരു ജീവിതം. അടിയേറ്റും ചുവടിരുവനും കഷ്ടപ്പെടുവാൻ മാത്രം വിളിക്കപ്പെട്ട ഒരു ജീവിതം. എന്റെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ, എന്റെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ. എങ്ങനെയിരിക്കുന്നു, വിതുമ്പുന്നു, കരയുന്നു, കണിയൊഴുകുന്നു, വിതുമ്പുന്നു, കരയുന്നു, കണ്ണുനീരൊഴുകുന്നു. തന്നെത്താൻ അടക്കിക്കൊടുക്കുക, തന്നെത്താൻ അടക്കിക്കൊടുക്കുക. അല്പം കഴിയുമ്പോൾ കണ്ണിലാവുന്നു. എന്റെ ജീവിതം ഇങ്ങനെയാണ്. ദൈവമക്കളെ, ഈ ദൈവത്തിന്റെ വിധത്തിന്റെ ദൈവത്തിന്റെ നീ കഷ്ടതയാൽ ഒരു പൂർണ്ണത പ്രാപിച്ചേ മതിയാണ്. നീ കഷ്ടതയാൽ ഒരു പൂർണ്ണത പ്രാപിച്ചേ മതിയാവുകയുള്ളൂ. താനനുഭവിച്ച കഷ്ടങ്ങളാൽ കഷ്ടങ്ങളായിട്ടാണ് താൻ പൂർണ്ണപ്പെട്ടത്. അനുഭവിച്ച കഷ്ടങ്ങളാണ് പൂർണ്ണമായിരിക്കുന്നത്. നാം കഷ്ടം സഹിക്കുമ്പോൾ, കാളമുഖം ഉണ്ടാക്കുമ്പോൾ, കണ്ണുനീരൊഴുകുമ്പോൾ, ദുഃഖം തന്നെ അടക്കുമ്പോൾ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ടാണ്. അവരെ കാളമുഖമുണ്ടാകുമ്പോൾ, അനുഭവമുണ്ടാകുമ്പോൾ, കഷ്ടങ്ങളുണ്ടാകുമ്പോൾ യേശു അവരെ ശ്രദ്ധിച്ചു നോക്കണം. ഒരു കുഴിയെ ചുമക്കാനുള്ളതിൽ സന്തോഷത്തോടെ, ഒരു കുഴിയെ ചുമക്കാനുള്ളതിലും സന്തോഷത്തോടെ ചുമന്നുകൊടുമ്പോൾ, ഒരു കുഴിയെ ചുമക്കുന്നുണ്ടെങ്കിൽ വളരെ സന്തോഷമാണ്. ഒരു കുഴിയെ ചുമക്കുന്നുണ്ടെങ്കിൽ വളരെ സന്തോഷം. കള്ളന്റെ കുഴിയും ചുമന്നാണ്, കള്ളന്റെ കുഴിയും ചുമന്ന്, സീമോന്റെ കുഴിയും ചുമന്ന്, സീമോന്റെ കുഴിയും ചുമന്ന് യേശുവിന്റെ കുഴിയുടെ ചുമക്കുമ്പോൾ അതിഭയങ്കരമാണ്. യേശുവിന്റെ കുഴിയോട് ചുമക്കുമ്പോഴാവും അതിഭയങ്കരമായി തീരുന്നത്. 3 കുഴിച്ച് ചുമക്കണം. കള്ളൻ ചുമന്നതിനാണ്, കള്ളൻ ചുമന്നതിനാവുന്നു. താൻ ചെയ്ത തെറ്റിനാണ് കുഴിക്കുന്നത്, താൻ ചെയ്ത തെറ്റിനാവുന്നു കുഴിച്ചിരിക്കുന്നത്. സീമോൻ ചുമന്നതോ മറ്റുള്ളവർ തലയെ കൊണ്ട് വച്ച കുഴിച്ചാൽ, മറ്റുള്ളവർ തലയെ കൊണ്ട് വച്ച കുഴിച്ചാലും. യേശു ചുമന്നതോ സന്തോഷത്തോടെ ചുമന്ന ഒരു കുഴിയുടെ ഉണ്ടെങ്കിൽ ഒരു കുഴിച്ചോടെ സന്തോഷത്തോടെ പോവാം. ജീവിതത്തിൽ തന്നെത്താൻ ചെയ്ത കുഴിച്ചു, ജീവിതത്തിൽ തന്നെത്താൻ ചെയ്ത കുറ്റവും, കെട്ടിവെച്ച കുറ്റവും കർത്താവിനെ കുറിച്ച് കൂടെ ചുമക്കുമ്പോൾ തകർന്നു പോവുകയാണ്. കർത്താവിനെ കുറിച്ച് കൂടെ ചുമക്കുമ്പോൾ തകർന്നു പോവുകയാവുന്ന ഒരു കുഴി ചെയ്യുമെന്ന് ആകയാൽ ഒരു കുഴി ചുമന്നാൽ മതി. ധാരാളം ദൈവത്തിന്റെ കൃപ നമുക്ക് കിട്ടിക്കൊള്ളു. അതിന് ധാരാളം ദൈവത്തിന്റെ കൃപ നമുക്ക് കിട്ടി കരയ്ക്ക് പോയെന്നുള്ളതാണ്. ചിലപ്പോൾ കരയ്ക്ക് പോയത് വരാം, കടലിന്റെ പാതയിൽ കൂടെ കടന്നു പോകരുത്, കടലിന്റെ പാതയിൽ കൂടെ പോയത് വരാം. ഇപ്പോൾ 4 ദിവസമായിട്ട് ഞാൻ കിടന്നു നോക്കാൻ കഴിയും. 4 ദിവസമായി ഉറങ്ങുവാൻ കഴിയുന്നില്ല. കസേര തന്നെയാണ് പകലില്ല, കസേരയിൽ സമയാവുന്ന പകലും രാത്രിയിൽ ഒരു കസേര തന്നെ 4-5 ദിവസം ഇരിക്കാന്ന് പറഞ്ഞാൽ ഒരു ചിന്തിച്ച് നോക്കുക. ഒരു കസേരയിൽ 4-5 ദിവസം ഇരിക്കാന്ന് പറഞ്ഞാൽ എങ്ങനെ കഴിയും? ഒരു മിനിറ്റ് പോലും കിടക്കാൻ കഴിയും, ഒരു മിനിറ്റ് പോലും കിടക്കുവാൻ കഴിയുന്നില്ല. ഈ വചനമൊക്കെ വളരെ സന്തോഷം തരും. എങ്കിലും ഈ വചനമൊക്കെ വളരെ സന്തോഷം തരുന്നു. കാണാമുഖമുണ്ട്, കാണാമുഖമുണ്ട്. തന്നെത്താൻ അടക്കി സന്തോഷത്തോട് മുന്നോട്ട് പോവുകയാണ്. എനിക്ക് മാത്രം എന്താണ് കഷ്ടമെന്ന് ആരും പറയാം. അതുകൊണ്ട് എനിക്ക് മാത്രം എന്താണെന്ന് കഷ്ടമെന്ന് ആരും പറയരുത്. കഷ്ടമില്ലാത്ത ഒരു മനുഷ്യനുമില്ല, കഷ്ടമില്ലാത്ത ഒരു മനുഷ്യനുമില്ല. ദൈവങ്ങളെ കാണുമ്പോൾ നമുക്ക് കൊണ്ട് കണ്ണുനീർ ഒഴുകിയേ പറ്റും. പ്രിയപ്പെട്ട ദൈവങ്ങളെ, കാണുമ്പോൾ നമുക്കുണ്ട് കണ്ണുനീർ ഒഴുകിയ മനുഷ്യമുഖം തരും, കൈമുഖം തരും,
രണ്ടാമത്തേത് മനുഷ്യമുഖവും മൂന്നാമത്തേത് സിംഹമുഖവും നാലാമത്തേത് കഴുകുമുഖവുമായിരുന്നു. ഓരോന്നിനും 4 മുഖമുണ്ടായിരുന്നു. ഒന്നാമത്തെ മുഖം തിരുമുഖവും, രണ്ടാമത്തേത് മനുഷ്യമുഖവും, മൂന്നാമത്തേത് സിംഹമുഖവും, നാലാമത്തേത് കഴുകുമുഖവുമായിരുന്നു. ദൈവത്തിന്റെ മനുഷ്യനായ പ്രവാചകൻ പറയുന്നു, ദൈവത്തിന്റെ മനുഷ്യനായ പ്രവാചകൻ പറയുന്നു, ഞാൻ തീരത്തിലാക അതേ രീതിയിൽ തുന്നം കാണുകയാണ്. ഞാൻ നദീതീരത്തിലുള്ള അതേ രീതിയിലേക്ക് കാണുന്നു. അതേ രീതി തന്നെയാണ്, അതേ ജീവി തന്നെയാവുന്നു, അതേ ദർശനം തന്നെയാണ്, അതേ ദർശനം തന്നെയാവുന്നു. ഞാൻ എന്ത് കാണുന്നു? ഇപ്പോൾ ഞാൻ കാളമുഖം കാണുന്നില്ല, ഇപ്പോൾ കാളമുഖം കാണുന്നില്ല, പേരുമുഖത്തെ കാണുകയാണ്. അതുകൊണ്ട് നിങ്ങൾ കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിച്ച്, ഏതിലും വിശ്വസിച്ച് ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. കാളമുഖത്തെ കൊണ്ട് വെക്കുവാൻ, കെരുവുകളെ കൊണ്ട് വെക്കുവാൻ, കാളെ കൊണ്ട് അവിടെ കെട്ടുവാൻ കുഴപ്പമില്ല. അവിടെ പോയി കാര്യം പഠിക്കും. കെരുവിന്റെ മുഖമുള്ളതാണല്ലോ. നവരത്നങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന മുഖമാണ് സ്തോത്രം. കെരുവിന്റെ മുഖം നിറഞ്ഞിരിക്കുന്ന മുഖമാകുന്നു കെരുവിന്റെ മുഖം. മിന്നി 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 പുതിയത്തിലെ ആകെ ശോഭയാണ്, മിന്നിയാണ്. അങ്ങനെയുള്ള സ്ഥലത്തേക്ക്, ആ രീതിയിലേക്ക് നമ്മുടെ ജീവിതത്തെ കർത്താവ് മാറ്റുകയാണ്. അങ്ങനെയുള്ള രീതിയിലേക്ക് നമ്മുടെ ജീവിതത്തെ കർത്താവ് മാറ്റുകയാണ്. അത് മാത്രമല്ല, അങ്ങനെയുള്ളവർക്ക് വാസം ചെയ്യുവാനായി ദൈവം ഒരു സ്ഥലം ഒരുക്കുന്നു. ആ സ്ഥലമാണ് പുതിയ എന്ന് പറയുന്നത്. ആ സ്ഥലമാണല്ലോ പുതിയ എന്ന് പറയുന്നത്. ഇവിടെ 30, 40, 50, 60, 100 കഴിയുമ്പോൾ നാം ഇവിടെ പറഞ്ഞു പോകാൻ, ഇവിടെ 30, 40, 50, 60 കഴിയുമ്പോഴുണ്ട് പറഞ്ഞു പോകാൻ പോകുന്നു. ധനാഢ്യരായ, പകൽവരായ, പ്രാപ്തരായ, സ്തോത്രം, എത്രയോ പ്രാപ്തന്മാരുണ്ടായിരുന്നു. 100 വയസ്സിൽ കൂടുതലുള്ള 1000 പേരുണ്ടാവും. ധനാഢ്യരായ, ബലഭരായ, പ്രാപ്തരായ എത്രയോ ധനാഢ്യന്മാരുണ്ടായിരുന്നു. 100 വയസ്സിൽ കൂടുതലായി 1000 കാണുന്നില്ല. എല്ലാവരും ചവിടുകയാവുന്നത് കടന്നു പോകാൻ പോകുക. കടന്നു പോകാൻ പോകുന്നത് നമുക്കൊരു നിശ്ചയമുണ്ട്. നമുക്കൊരു നിശ്ചയമുണ്ട്. ഒരുക്കി വെച്ചിരിക്കുന്ന പിശാചിനെ കൂടെടുക്കുവാൻ, ഒരുക്കി വെച്ചിരിക്കുന്നത് പിശാചിനെ കൂടെടുക്കുമാവുന്നു. ചോദ്യം വന്നിരിക്കുകയാണ്. ഈ വർഷത്തെ സന്ദർഭം ഒരു ചോദ്യം വന്നിരുന്നു. ലോകസ്ഥാപനത്തിന് മുമ്പേ ഒരുക്കപ്പെട്ട സ്ഥലത്തിന്റെ പേര്, ലോകസ്ഥാപനത്തിന് മുമ്പേ ഒരുക്കപ്പെട്ട സ്ഥലത്തിന്റെ പേര് എന്താണ്? എന്താവുന്നു? പണ്ട് തന്നെ ഒരു ജഗടസ്ഥലം ഒരുക്കിയിട്ടുള്ളതാണ്. പണ്ട് തന്നെ ഒരു ജഗടസ്ഥലം ഒരുക്കിയിട്ടുണ്ടാവും. ഒന്നാമത് ഒരുക്കിയിരിക്കുന്ന നരകമാണ്. ഒന്നാമത് ഒരുക്കിയിരിക്കുന്ന നരകമാണ്. ഒരു ജഗടസ്ഥലം ഒരുക്കി വെച്ചിരിക്കുക. പണ്ടേ ഒരു ജഗടസ്ഥലം ഒരുക്കി വെച്ചിരിക്കുക. ഒരു സ്ഥലം ഒരുക്കാൻ പോയിരിക്കുക. അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക. അതിന്റെ പണി അതുകൊണ്ടിരിക്കുന്നത് 147 സങ്കീർത്തനത്തിലാണെന്ന് വായിക്കുന്നു. 147 സങ്കീർത്തനത്തിലാണെന്ന് വായിക്കുന്നു. യഹോവ യെരൂശലേമിനെ പണിയുന്നതായിരിക്കും. യഹോവ യെരൂശലേമിനെ പണിയുന്നതായിരിക്കും. വായിക്കണം. എത്ര വാക്യം? 147 രണ്ടാം വാക്യം വായിക്കേ. യഹോവ യെരൂശലേമിനെ പണിയുന്നു. വേറെ വായിക്കുക. യഹോവ യെരൂശലേമിനെ പണിയുന്നു. വേറെ വായിക്കുക. യഹോവ യെരൂശലേമിനെ പണിതുകൊണ്ടിരിക്കുക. പുതിയ യെരൂശലേമിനെ പണിതുകൊണ്ടിരിക്കുന്നു. പുതിയ യെരൂശലേമിനെ പണിതുകൊണ്ടിരിക്കുന്നു. യെരൂശലേമാണ്
അത് വിജയമാണ്. എങ്ങനെയാണ് പണിയുന്നത്? അതെങ്ങനെയാണ് പണിയുന്നത്? പ്രവാചകന്മാരൊന്നും അടിസ്ഥാനത്തിന്മേല് ദൈവമക്കള് ജീവനുള്ള കല്ലുകളായി വെച്ച് ആ ദൈവം പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പണിഞ്ഞുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല മറ്റൊരു പണി കൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. ആ പണി ഏതാണ്? ജീവനുള്ള കല്ലുകളായി ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മയാണ് പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തുയേശുവിന്റെ മൂലത്തിലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവൻ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് കർത്താവിന് വിശ്വസനീയമായി വളരുന്നു. അവൻ നിങ്ങളെ ദൈവത്തിന് നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചുകൊണ്ട് വരുന്നു. വളരുന്ന ഒരു കെട്ടിടം, വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടം, അത് നിങ്ങളെയും ആത്മാവിനാൽ ഒന്നിച്ചുകൊണ്ട് വരുന്നു. അത് നിങ്ങളെയും ആത്മാവിനാൽ ഒന്നിച്ചുകൊണ്ട് വരുന്നു. വളരുന്ന പണിയാണ്. ഒന്നാം നൂറ്റാണ്ടിലാരംഭിച്ച പണി. പാസപ്പോഴും കുടുംബമായിട്ട് തുടങ്ങിയ പണി. വളർന്ന് ലോകം മുഴുവൻ പന്തലിച്ചുകൊണ്ടിരിക്കും. എവിടെയെല്ലാം വേദനയുണ്ടെന്ന് ആർക്കും അറിയാം. എവിടെയെല്ലാം വേദനയുണ്ടെന്ന് ആർക്കും അറിയാം. അത്രമാത്രം വേദന പന്തലിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിത് വരുന്നത് കാണിക്കുക. അതുകൊണ്ട് പ്രവൃത്തി ആരംഭിച്ചു. നമ്മൾ ഒരു പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നത് ചാരോട്ട് നിൽക്കുന്ന സമയത്ത് എന്നെ വിടുതൽ മാത്രമേ പറയാനുണ്ടായി. എന്നും വിടുതൽ മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. ഒരു വൈദ്യുവേദന വന്നാൽ അത് പിശാചിന്റെ ബന്ധനമാണ്. എക്സാമിനേഷന് പോയി കഴിഞ്ഞാൽ അത് ഒരു ബന്ധനമാണ്. അതിന് ഒരു വിടുതൽ. പരീക്ഷയ്ക്ക് പോയി കഴിഞ്ഞാൽ അത് ഒരു ബന്ധനമാകുന്നു. അതിന് ഒരു വിടുതൽ വേണം. എല്ലാ പ്രശ്നത്തിനും അതിന്റെ പുറകിൽ ബന്ധനമുണ്ട്. വിടുതൽ. എല്ലാ പ്രശ്നത്തിനും അതിന് ബന്ധനമുണ്ട്. അതിന് വിടുതൽ. ഒരു ദിവസം പോകാത്ത 3 ദിവസം പോകാത്ത 7 ദിവസം പോകാത്ത 21 ദിവസം പോകാത്ത 40 ദിവസം ഒരു ദിവസം പോകാത്ത 7 ദിവസം പോകാത്ത 20 ദിവസം പോകാത്ത 40 ദിവസം പോകാത്ത ഇതെല്ലാം വിടുതലിന് വേണ്ടി നോക്കുക. ഇതെല്ലാം വിടുതലിന് വേണ്ടിയുള്ളതാണ്. അന്ന് ഞാൻ ദൈവത്തിന്റെ നിവാസമാകണം. ദൈവത്തിന്റെ വാസസ്ഥലമാകുന്ന യെരൂശലേമാകണം, സിയോനാകണം, ആ പണി നടക്കണം എന്നുള്ള ചിന്തയില്ല. അന്ന് ഞാൻ ദൈവത്തിന്റെ നിവാസസ്ഥാനമാകണം, ഞാൻ ദൈവത്തിന്റെ വാസസ്ഥലമാകണം, ഞാൻ സിയോനാകണം, യെരൂശലേമാകണം എന്നുള്ള ആ പണി നടന്നിട്ടില്ല. വിടുതൽ
മാത്രം. വിടുതൽ മാത്രം. ഒരു ഭൗതികവാദം പോലെ എനിക്ക് തോന്നിപ്പോകും. ഒരു ഭൗതികവാദം പോലെ എനിക്ക് തോന്നിപ്പോകുന്നത് അങ്ങനെയല്ല. എന്നാൽ ഇപ്പോൾ എനിക്കുള്ളതല്ല. ആ സ്തോത്രം എനിക്ക് ദൈവത്തിന്റെ വാസസ്ഥലമായി തീരണം. എനിക്ക് ദൈവത്തിന്റെ വാസസ്ഥലമായി തീരണം. നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കാൻ പോകും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ആ ഒരുക്കപ്പെട്ട സ്ഥലമാണ്, ആ ഒരുക്കപ്പെട്ട സ്ഥലമാണ് യെരൂശലേമും സിയോനും. യെരൂശലേമും സിയോനും. യഹോവ സിയോനെ പണിതുകൊണ്ടിരിക്കുന്നു. യഹോവ സിയോനെ യഹോവ യെരൂശലേമിനെ പണിതുകൊണ്ടിരിക്കുന്നു. യെരൂശലേമിനെ ഈ പണി തീർന്നു കഴിഞ്ഞാൽ യേശു മഹത്വത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. ആവശ്യമായിരിക്കുന്നത് ഇവിടെ വിടുതൽ ആവശ്യമായി. ഇവിടെ ആവശ്യമായി. ആ സ്ഥലത്തിന്റെ പണി നാം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പൂർണ്ണപ്പെട്ടാൽ ദൈവമക്കൾ പൂർണ്ണപ്പെട്ടാൽ പണി തീർന്നാൽ കർത്താവ് വചനത്തിൽ വരും. വെറുതെ കർത്താവ് പണിയുണ്ട്. വെറുതെ കർത്താവ് പണിയില്ല. ജീവന്റെ പണിക്ക് 144,000 കല്ല് മാത്രം. ജീവന്റെ പണിക്ക് 144,000 കല്ല് മാത്രമാവും. 144,000 കല്ല് മാത്രം. 144,000 കല്ല് മാത്രം. അപ്പോഴേക്കും ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേർന്ന് കഴിഞ്ഞു. അപ്പോഴേക്കും ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേർന്ന് കഴിഞ്ഞു. യെരൂശലേമിന്റെ സംഖ്യ ചേർന്ന് യെരൂശലേമിന്റെ സംഖ്യ ചേർന്ന് 144,000 പേർ സിയോനിൽ വരുവാൻ തികഞ്ഞു കഴിയുമ്പോൾ 144,000 പേർ സിയോനിലേക്ക് വരുവാൻ തികഞ്ഞു കഴിയുമ്പോൾ 144,000 പേർ സിയോൻ വരയിൽ വരുമ്പോൾ സംഖ്യ പൂർണ്ണപ്പെടും. പണികളും നടന്നുകൊണ്ടിരിക്കുന്നു. കഷ്ടം നിസ്സാരമായ കാര്യം. പോയി മണ്ണെണ്ണ കിട്ടിയില്ലെങ്കിൽ അത് മുഴുവൻ റേഷൻ വാങ്ങാൻ പോയി മണ്ണെണ്ണ കിട്ടിയില്ലെങ്കിൽ അത് മുഴുവൻ കിടക്കി. മണ്ണെണ്ണ കിട്ടിയില്ല. മണ്ണെണ്ണ കിട്ടിയില്ലായപ്പോൾ കരഞ്ഞു. ഉദാഹരണം പറഞ്ഞാൽ കുഞ്ഞു പരീക്ഷയ്ക്ക് പിന്നെ വീട്ടിൽ കുഞ്ഞു പരീക്ഷയ്ക്ക് വീട്ടിലിട്ട് ജോലി പോയി ഭയങ്കര കരുത്തിൽ പോവാ. ഭയങ്കര കരച്ചിലും ഉപവാസമാവും. കുഞ്ഞേത്തയ്ക്ക കഴിക്കുന്നില്ല. കുഞ്ഞേത്തയ്ക്ക കഴിക്കുന്നില്ല. വീട്ടിൽ വെച്ച് കരഞ്ഞു എനിക്ക് ആത്മാവിൽ കൃപാവലങ്ങൾ കിട്ടുന്നില്ല. എനിക്ക് ആത്മാവിൽ കൃപാവലങ്ങൾ കിട്ടുന്നില്ല. പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. എനിക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല. ആത്മാവ് കടക്കാൻ കഴിയുന്നില്ല. എനിക്ക് ആത്മാവ് കിട്ടാൻ കഴിയുന്നില്ല. ഇതൊന്നും ഓർത്ത് കഴിയും. ഇതൊന്നും കഴിയില്ല. പ്രിയപ്പെട്ട ദൈവങ്ങളെ നിങ്ങളുടെ കഴിയുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുക. നമ്മുടെ ദൈവത്തെ നല്ലവരാണ്. നമ്മുടെ ദൈവത്തെ നമ്മുടെ യേശുവിൽ വിശ്വസിക്കുകയും അവൻ 10,000 ഇൻസ്പിറേഷൻ അവൻ 10,000 പണമായിട്ട് വരുവാൻ പോവുകയാണ്. നമ്മളോട് മണിയായി പ്രവേശിക്കാൻ പോകുക. വലിയ ജീവനാണ്. വലിയ ധാരമാണ്. അതിനായിട്ട് നമുക്ക് മെസ്സേജ് കൊടുക്കാം. ആദിവാസ ജീവിതം അനന്തം